പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമേ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേർന്നുകൊള്ളുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് രക്ഷകനായ കർത്താവായ യേശു മിശിഹായെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നൽകിയ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ തിരുവചനങ്ങളാണ്. ഈ 1 മുതൽ 12 വരെ തിരുവചനങ്ങളെ നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ട് കർത്താവായ യേശു മിശിഹായെ നമ്മുടെ സ്വന്തമായി നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റാൻ പോകുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ പ്രത്യേകമായി കാണുന്ന ഒരു കാര്യം ജ്ഞാനികളുടെ സന്ദർശനമാണ്. ജ്ഞാനികൾ കർത്താവായ യേശു മിശിഹായെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വരുന്നു. ജ്ഞാനികൾക്കുണ്ടായ ഒരു സന്തോഷം, ജ്ഞാനികൾക്കുണ്ടായ ഒരു അനുഭവം യഥാർത്ഥത്തിൽ പുൽക്കൂട്ടിൽ വന്നു മാതാവിനെയും യോസേപ്പ് പിതാവിനെയും ഉണ്ണീശോയും കണ്ടപ്പോൾ ജ്ഞാനികൾക്കുണ്ടായ ഒരു മനോഭാവം, ഒരു സന്തോഷത്തിന്റെ മനോഭാവം നമ്മൾ ഓരോ വ്യക്തികൾക്കുണ്ടാവണം. ഞാൻ എൻ്റെ യേശുവെ സ്വീകരിക്കുമ്പോൾ എൻ്റെ യേശുവിൽ നിന്നും എനിക്ക് കിട്ടുന്ന കൃപ അതെനിക്ക് സന്തോഷത്തിൻ്റെ ഒരു കാരണമായി തീരണം. എൻ്റെ ജീവിതത്തെ എല്ലാ കഷ്ടകാലം മാറി സന്തോഷത്തിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു തുടക്കമാണ്. എൻ്റെ ജീവിതത്തിൽ പാപം മാറി കൃപയ്ക്കുള്ളൊരു തുടക്കമാണ്. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെ ഒരു തുടക്കമാണ്. ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ പാപമില്ല, രക്ഷകൻ എന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ജ്ഞാനികൾ സന്ദർശിച്ചതുപോലെ ഞാനും എൻ്റെ കർത്താവിനെ സന്ദർശിക്കണം. രണ്ടാമത്തത്, ഹെരോദസ് രാജാവിനുണ്ടായ അസ്വസ്ഥതയാണ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത്. ഹെരോദസ് രാജാവിന് നന്മയ്ക്ക് ഒപ്പം തിന്മ ഒരിക്കലും ജീവിക്കാൻ സാധിക്കത്തില്ല. തിന്മ അകന്നു പോകും, നന്മയാണ് ഓരോ വ്യക്തിയെ ചേർത്ത് വെക്കുന്നത്. ഹെരോദസ് രാജാവിന് കർത്താവിൻ്റെ ജനനം അസ്വസ്ഥത ഒരു കാരണമായി. കാരണം ഹെരോദോസിന്റെ ജീവിതം തിന്മയുടെ ജീവിതവും രക്ഷകൻ കടന്നു വന്ന ഇന്നും എല്ലാ ജീവിതവും അനുഗ്രഹമായി തീരും എന്നൊരു ഉറപ്പുണ്ടല്ലോ. അതായത് ഹെരോദോസ് രാജാവിനുണ്ടായ അസ്വസ്ഥതകളുടെ കാരണം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ രക്ഷകൻ കടന്നു വന്നാൽ നമ്മൾക്ക് അസ്വസ്ഥതയാണ്. കാരണം പാപം എന്നേക്കും ഇല്ലാതാകും. രക്ഷകൻ നമ്മളെ ഏറ്റെടുക്കും. രക്ഷകൻ നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ രക്ഷകനെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ ശക്തിയിലും നമ്മൾ ജീവിക്കണം. മൂന്നാമത്തേതായി 3 ജ്ഞാനികൾ 3 വ്യത്യാസമായ സമ്മാനങ്ങളാണ് കർത്താവായ യേശു മിശിഹായ്ക്ക് നൽകിയത്. ഒരുപക്ഷെ ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമ്മൾ എല്ലാവർക്കും നൽകുന്ന സമ്മാനം ഒരു ക്രിസ്മസ് കാർഡ് അല്ലെങ്കിൽ കുറെ കേക്ക് കഷ്ണമായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന 3 ജ്ഞാനികൾ 3 വ്യത്യാസമായ സമ്മാനങ്ങൾ കർത്താവ് നൽകുന്നു. ഒന്ന് സ്വർണം, രണ്ടാമത്തേത് കുന്തിരിക്കം, മൂന്നാമത്തെ മീര. നമുക്ക് മനസ്സിലാക്കണം, സ്വർണം നൽകിക്കൊണ്ട് കർത്താവിന്റെ രാജ്യത്വത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ രക്ഷകനായ ഈശോ രാജാവാണ്, എൻ്റെ രാജാവാണ്, നമ്മൾ ഓരോ വ്യക്തികളുടെ രാജാവാണ് കർത്താവായ യേശു മിശിഹാ. കർത്താവിൽ വിശ്വസിച്ചവൻ ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരുത്തില്ല, കർത്താവ് രക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കണം, കുന്തിരിക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? കുന്തിരിക്കം നമ്മൾ അതൊരു ആരാധനക്രമത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നു. രക്ഷകൻ നമ്മളെ ശുദ്ധീകരിക്കാൻ പോകുന്നു. മൂന്നാമത്തത് നമുക്ക് മനസ്സിലാക്കാം, മീര, അത് ത്യാഗത്തെ സൂചിപ്പിക്കുന്നു. രക്ഷകൻ നമുക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു. 3 രാജാക്കന്മാർ ഇത് തന്നെയാണ് കർത്താവിന് നൽകിയത്. ഈ 3 കാര്യങ്ങളാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. നാലാമത്തത്, ഇതേ ജ്ഞാനികൾ ഹെരോദോസ് രാജാവ് അറിയാതെ മറ്റൊരു വഴി കൂടെ അവരുടെ സ്വദേശത്തിലേക്ക് പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ 3 ജ്ഞാനികൾ തിരിച്ച് ഹെരോദസ് രാജാവിൻ്റെ അടുത്ത് എത്തിയാൽ ഒരുപക്ഷെ രക്ഷകനായ ഈശോ ഒരിക്കലും ഈ ലോകത്തിൽ ഇന്നും നിലനിൽക്കത്തില്ല. എന്നാൽ അവർക്ക് ലഭിച്ച സ്വപ്നം, ആ ദർശനം മുഖേന അവർ തിരിച്ച് മറ്റൊരു വഴിക്കൂടെ അവർ തിരിച്ച് അവരുടെ ദേശത്തിലേക്ക് പോകുന്നു. അതായത് രക്ഷകൻ ഈ ലോകത്തെ രക്ഷിക്കണം. രക്ഷകന്റെ ഏറ്റവും വലിയ ദൗത്യം ഈ ലോകത്തെ നേടിയെടുക്കണം. നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം.
നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജീവിതത്തിൽ ഈ ക്രിസ്മസ് കാലത്ത് കർത്താവിന് വേണം ഏറ്റവും ആദ്യത്തെ സ്ഥാനം നമ്മൾ കൊടുക്കണം. കർത്താവിന് മാത്രം സ്ഥാനം കൊടുത്താൽ മാത്രമേ കർത്താവ് നമ്മളെ രക്ഷിക്കും. രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നു, 3 ജ്ഞാനികൾ ഹെരോദസിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുന്നതിൽ ഒരേ ഒരു കാരണം, രക്ഷകന് വേണ്ടി അവരെടുത്ത ത്യാഗം. അപ്പോൾ നമ്മളും ഒരു ത്യാഗം എടുക്കണം. അതെന്താണെന്ന്, പാപം ഇനിമേൽ ചെയ്യത്തില്ല, പാപത്തെ ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞു, പാപം ഇനി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമല്ല, അതിനെ ഞാൻ എന്നേക്കും എൻ്റെ ജീവിതത്തിൽ എന്നേക്കും പുറത്താക്കി, ഇനിയും ദൈവസ്നേഹത്തിൽ ഞാൻ ജീവിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം കർത്താവിന് ഒരു സമ്മാനമായി മാറണം. എൻ്റെ ജീവിതം, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി, ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ ദൗത്യം കർത്താവിന് വലിയൊരു സമ്മാനവും കർത്താവിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരണം. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യമുള്ളൊരു വ്യക്തിയായി നമ്മൾ തീരണം. ഈ ക്രിസ്മസ് കാലത്ത് കർത്താവായ യേശു മിശിഹ നമ്മളോട് 4 ചോദ്യം ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്, നീ എവിടെയാണ്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ആദം നീ എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതേ ഒരു ചോദ്യം കർത്താവായ യേശു മിശിഹ ഇന്നായിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, നിങ്ങൾ എവിടെയാണ്? ഇതിനൊരു ഉത്തരം ഇതായിരിക്കണം, എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഞാൻ ചെയ്യുന്ന ഓരോ ദൗത്യം കർത്താവിനോടൊപ്പമാണോ? എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി കർത്താവിനോടൊപ്പമാണോ? ഞാൻ ചെയ്യുന്ന ദൗത്യം കർത്താവിലോട്ടും അത്ര കർത്താവിനോടൊപ്പം ഉയർന്നതാണെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തത്, നിന്റെ കയ്യിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്മസ് കാലത്ത് കത്തിച്ച മെഴുകുതിരിയും ഈശോ ആയിരിക്കണം നമ്മുടെ കയ്യിൽ, വിശുദ്ധിയായിരിക്കും നമ്മുടെ കയ്യിൽ, അനുഗ്രഹമായിരിക്കണം നമ്മുടെ കൈകളിൽ. മൂന്നാമത്തെ ചോദ്യം, നിന്റെ പേരെന്താണെന്ന്. ഇമ്മാനുവൽ എന്ന പേര് നൽകിയത് കർത്താവായ യേശു. പക്ഷെ ഓരോ വ്യക്തിക്കുമാണ്. നമ്മളെല്ലാവരും ഇമ്മാനുവലാണ്. ദൈവത്തിന്റെ നാമത്തോട് ചേർത്തപ്പെട്ടാണ് നമ്മുടെ നാമം. അപ്പം നമ്മളെല്ലാം ശുദ്ധീകരിക്കണം. നാലാമത്തത്, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പത്രോസോട് ചോദിച്ച ചോദ്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:15 ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത്? നമ്മളും പറയാൻ സാധിക്കണം, എൻ്റെ നാഥനും എൻ്റെ ഗുരുവും എൻ്റെ ഈശോവും. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഒരുമിച്ച് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ.